നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെ ചൊല്ലിയുള്ള ചർച്ചകൾ ആഗോളതലത്തിൽ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. പ്രസിഡന്റിന്റെ ഏറ്റവും പുതിയ വൈദ്യപരിശോധനയുടെ വിവരങ്ങൾ പുറത്തുവന്നതോടെ അദ്ദേഹം വലിയൊരു ശാരീരിക പ്രതിസന്ധിയിലൂടെയാണോ കടന്നു പോകുന്നതെന്ന സംശയം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ബലപ്പെടുന്നു. പ്രസിഡന്റിന്റെ പേഴ്സണൽ ഫിസിഷ്യൻ ക്യാപ്റ്റൻ സീൻ ബാർബറലെ കഴിഞ്ഞ മെയ് 29 പുറത്തുവിട്ട മെമ്മോയാണ് ഇപ്പോൾ കടുത്ത ആശങ്കകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. വാഷിംഗ്ടണിലെ വാൾട്ടർ റീഡ് നാഷണൽ മിലിറ്ററി മെഡിക്കൽ സെന്ററിൽ വെച്ച് നടന്ന പരിശോധനയിൽ റെക്കോർഡ് എണ്ണത്തിലുള്ള 22 വിദഗ്ധ ഡോക്ടർമാരാണ് പ്രസിഡന്റിനെ പരിശോധിച്ചത്. മുൻകാലങ്ങളിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റിനും ഇത്രയും അധികം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ പരിശോധനകൾക്ക് വിധേയനാകേണ്ടി വന്നിട്ടില്ല എന്നത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ സ്ഥിതിവിശേഷം അസാധാരണമാണെന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ തന്നെ ധാരാളമാണ്. 2025 ഏപ്രിലിൽ നടന്ന പരിശോധനയിൽ ട്രംപിനെ പരിശോധിച്ചത് 14 സ്പെഷ്യലിസ്റ്റുകൾ മാത്രമായിരുന്നു. വെറും ഒരു വർഷത്തിനിപ്പുറം വിദഗ്ധരുടെ എണ്ണം 22ആയി ഉയർന്നത് പ്രസിഡന്റിന്റെ ആരോഗ്യത്തിൽ എന്തോ ഗുരുതരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. മറ്റ് മുൻ പ്രസിഡന്റുമാരുടെ ചരിത്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഏറെ വലുതാണ്. ഉദാഹരണത്തിന് 1989 ജോർജ് H.W. ബുഷിനെ പരിശോധിച്ചത് 5 സ്പെഷ്യലിസ്റ്റുകൾ മാത്രമായിരുന്നു. ജോർജ് W. ബുഷിനെ 2001 പരിശോധിച്ചത് 12 പേരും ജോ ബൈഡന്റെ കാലത്ത് 20 ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ചതായി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിൽ എത്ര സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടായിരുന്നുവെന്ന് ഔദ്യോഗികമായി വ്യക്തമായിരുന്നില്ല. കഴിഞ്ഞ 14 മാസത്തിനിടെ വാൾട്ടർ റീഡ് മെഡിക്കൽ സെന്ററിൽ ട്രംപ് നടത്തുന്ന മൂന്നാമത്തെ പ്രധാന സന്ദർശനമാണിത്. 2025 ഏപ്രിലിലെ വാർഷിക പരിശോധന, കഴിഞ്ഞ ഒക്ടോബറിലെ CT സ്കാൻ അടക്കമുള്ള പരിശോധന, ഇപ്പോൾ കഴിഞ്ഞ മാസം അവസാനത്തെ സമഗ്ര പരിശോധന എന്നിങ്ങനെ ആരോഗ്യകാര്യത്തിൽ അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ടെങ്കിലും ഈ തുടർച്ചയായ സന്ദർശനങ്ങൾ ഊഹാപോഹങ്ങൾക്ക് വളം വയ്ക്കുന്നുണ്ട്. പ്രസിഡന്റ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ ബാർബറലെ അവകാശപ്പെടുന്നുണ്ട്. ഹൃദയ സംബന്ധമായ കാര്യങ്ങളും ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങളും നാഡീവ്യൂഹവും മികച്ച നിലയിലാണെന്നാണ് റിപ്പോർട്ടിലുള്ളത്. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാൻ രാഷ്ട്രീയ എതിരാളികൾ തയ്യാറല്ല. പുറത്തുവന്ന പുതിയ ആരോഗ്യ റിപ്പോർട്ടിലെ ചില വിവരങ്ങളും ശ്രദ്ധേയമാണ്. പ്രസിഡന്റിന്റെ ഉയരം 75 ഇഞ്ചും ഭാരം 238 പൗണ്ടുമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 14 പൗണ്ട് ഭാരം വർദ്ധിച്ചിട്ടുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള 2 മരുന്നുകളും ഹൃദയാരോഗ്യത്തിനായി ആസ്പിരിനും അദ്ദേഹം സ്ഥിരമായി കഴിക്കുന്നുണ്ട്. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും സാധാരണ നിലയിലാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും പ്രസിഡന്റിന്റെ പൊതുജീവിതത്തിലെ ചില പ്രകടനങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ്. രണ്ടാം ഭരണ കാലയളവിൽ അദ്ദേഹത്തിന്റെ ശാരീരിക ചലനങ്ങളിൽ പ്രകടമാകുന്ന ചില മാറ്റങ്ങൾ ഒളിച്ചുവെക്കാൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. കാലുകളിൽ കാണപ്പെടുന്ന നീരും കൈകളിൽ പ്രത്യക്ഷപ്പെടുന്ന കറുത്ത ചതവുകളും ഇതിനകം തന്നെ ലോകമാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ടുണ്ട്. ഇതിൽ കാലുകളുടെ നീര് ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന രോഗം മൂലമാണെന്ന് വൈറ്റ് ഹൗസ് കഴിഞ്ഞ വേനൽക്കാലത്ത് തന്നെ വിശദീകരിച്ചിരുന്നു. പ്രായമേറിയവരിൽ കണ്ടുവരുന്ന ഈ രക്തചംക്രമണ പ്രശ്നം വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതാണ്. അതേസമയം കൈകളിലെ ചതവുകൾ സ്ഥിരമായ ആസ്പിരിൻ ഉപയോഗം കൊണ്ടും ഇടയ്ക്കിടയ്ക്കുള്ള ഹസ്തദാനം കൊണ്ടും ഉണ്ടാകുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ചതവുകൾ കൈകളിൽ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നത് ഈ വാദങ്ങളെ ചോദ്യം ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത് പൊതുവേദികൾ അദ്ദേഹം കാണിക്കുന്ന അസ്വസ്ഥതകളാണ്. പല ഉന്നതതല യോഗങ്ങളിലും അദ്ദേഹം കണ്ണുകളടച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇത് ആരോഗ്യപരമായ വീഴ്ചയുടെ ലക്ഷണമാണെന്നും ജനം സംശയിക്കുന്നു. എന്നാൽ പ്രസിഡന്റ് ഉറങ്ങാറില്ലെന്നും മറിച്ച് അതീവ ഗൗരവത്തോടെ കാര്യങ്ങൾ ചിന്തിക്കുകയോ മറ്റും ചെയ്യുന്നതാണെന്ന രീതിയിലുള്ള ന്യായീകരണങ്ങളാണ് അനുയായികൾ നിരത്തുന്നത്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ അടക്കമുള്ളവർ അദ്ദേഹം ഉറങ്ങാറില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും വിശ്വാസമർപ്പിക്കാൻ പൊതുജനം ഇതുവരെയും തയ്യാറായിട്ടില്ല. നിലവിൽ 79 വയസ്സുള്ള ട്രംപ് അമേരിക്കൻ ചരിത്രത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ്. ബൈഡനേക്കാൾ 5 മാസം മാത്രം പ്രായക്കൂടുതലുള്ള ട്രംപിന്റെ ആരോഗ്യം ബൈഡന്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ പോലെ തന്നെ ഇപ്പോഴും ചർച്ചയാവുകയാണ്.